എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6-ന്റെ കൗണ്ട് ഡൗൺ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏഷ്യാനെറ്റിൽ പ്രത്യേകിച്ച് പ്രമോ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഇന്ന് നമുക്ക് കൗണ്ട് ഡൗണിൻ്റെ പ്രമോ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയും 10 ദിവസം മാത്രമേ ഉള്ളൂ, 9 ദിവസം കൂടി മാത്രമേ ബിഗ് ബോസ് സീസൺ 6-ന് ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പ്രഡിക്ഷൻ ലിസ്റ്റ് ഇന്നലെ ഏതാണ്ട് കുറച്ച് ന്യൂസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നതിൽ തന്നെ കുറച്ച് പേര് മാറുകയും കുറച്ച് പേർ വീണ്ടും ആഡാകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ന്യൂസ് കിട്ടുന്ന ഒരു വഴി നമ്മുടെ ബിഗ് ബോസ് സീസൺ 4-ലെ നമ്മളൊക്കെ പ്രത്യേക വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന റോൺസന്റെ പേജിൽ വന്ന അപ്ഡേറ്റ് ആണ്. റോൺസൺ ഇന്നലെയും ഇന്നുമായി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറി ഇടുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോറിക്കകത്ത് വെൽക്കം ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും അനൗൺസ് ചെയ്യുന്നുണ്ട്. പുറത്തു നിന്നുള്ള ഇൻഫർമേഷനും റോൺസന്റെ ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള അപ്ഡേറ്റും വെച്ച് നോക്കുമ്പോൾ ഏകദേശം 80% ബിഗ് ബോസ് സീസൺ 6-ലേക്ക് ഇനിയും പറയുന്നവർ ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ടുണ്ട്. രാജീവ് പരമേശ്വരന്റെ പേര് ആദ്യം തൊട്ടേ ബിഗ് ബോസ് സീസൺ 6-ൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ റോൺസൺ ഇന്നിട്ടിരിക്കുന്ന ഇപ്പം വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിൽ രാജീവ് പരമേശ്വരൻ ചെന്നൈയിൽ ഉണ്ടെങ്കിലും ബിഗ് ബോസ് സീസൺ 6-ന് വേണ്ടിയിട്ടല്ലെന്നും വേറെ ഒരു ഷൂട്ടിന് വേണ്ടിയാണ് അവിടെ ഉള്ളതെന്നും റോൺസൺ തൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം 12 പേരുടെ ലിസ്റ്റ് കൺഫേം ആയിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആള് സീരിയൽ താരം ശരണ്യ ആനന്ദ്. ഞാൻ ഇതോടൊപ്പം തന്നെ ഫോട്ടോ ചേർത്തിട്ടുണ്ട്. ഞാൻ പഴയ എൻ്റെ അപ്ഡേറ്റിനകത്ത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് നേരത്തെ ഇട്ടിരുന്നത് തന്നെയാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പൊതുവെ ഞാൻ ആദ്യം തൊട്ട് ഇട്ടിരുന്ന പേരാണ് യമുന റാണി. അതും സീരിയൽ താരം തന്നെയാണ്. മൂന്നാമത്തെ പേര് കോമഡി സ്റ്റാറിലുള്ള ബിനീഷ് ബാസ്റ്റ്യൻ. ഇതൊക്കെ കൺഫേം ആകുന്ന പേരുകളാണ്. നാലാമതായി പുതിയ ഒരു പേരാണ് ഞാനിപ്പോൾ പറയുന്നത്. ജസീല പെർവിൻ എന്ന ഒരു നടിയാണ്. സി കേരളയിൽ വരുന്ന അനുരാഗ ഗാനം പോലെ എന്ന സീരിയലിലെ ആക്ടർ കൂടിയാണ് ഇവർ. സ്റ്റാർ മാജിക്കിലും ഇവർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതോടൊപ്പം അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ പുതിയതായി ഞാൻ ആഡ് ചെയ്യുന്ന ഒരു വ്യക്തി. അവരും ഏകദേശം 80% കൂടുതൽ ഉറപ്പായിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞിരുന്ന ട്രാൻസ്ജെൻഡറിനകത്തുള്ള അമയ പ്രസാദ് ഒന്ന്, പിന്നെ ശീതൾ എന്ന് പറഞ്ഞ മറ്റൊരാൾ കൂടിയുണ്ട്. ഇങ്ങനെ 2 പേരുടെ പേര് കേൾക്കുന്നുണ്ട്. ആരായിരിക്കും എന്നുള്ളത് സംശയമുണ്ട്. പിന്നീട് അടുത്ത ആളും മോഡലും ഫിറ്റ്നസ് ട്രെയിനറും ഒക്കെ ആയ ജീവ നമ്പ്യാറാണ്. ഞാൻ ഇതോടൊപ്പം അവരുടെ ഫോട്ടോയും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു 80% 90% കൺഫേം ആയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞ പേരാണ് ജീവ നമ്പ്യാരുടെ. പിന്നീട് ആദ്യം മുതൽ നമ്മൾ പറഞ്ഞിരുന്ന റൈഡർ ഗേൾ എന്നറിയപ്പെടുന്ന അനീഷ നായർ. അവരും ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. അടുത്ത പേര് നമ്മളെല്ലാം പറഞ്ഞിരുന്നത് പോലെ തന്നെ ആദ്യം തൊട്ടേ പറഞ്ഞു കേട്ടിരുന്ന പേരാണ് ബിഗ് ബോസ് സീസൺ 6-ലേക്ക് ഉണ്ടാകുമെന്നത്. മല്ലു ജെഡി എന്നറിയപ്പെടുന്ന മുകേഷ് എം നായർ. യൂട്യൂബറാണ്, ഫുഡ് ബ്ലോഗറാണ്, തുടങ്ങിയ മേഖലകളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മല്ലു ജെഡി എന്നറിയപ്പെടുന്ന മുകേഷ് എം നായർ. നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ പറഞ്ഞിരുന്ന അതേ ആൾ തന്നെയാണ്. ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 5-ൽ ഇന്റർവ്യൂ വന്ന പത്രലേഖിയായിരുന്ന രാധിക നായർ. അതായത് നമ്മുടെ അനിയമിതിനെയൊക്കെ ഏറിൽ കയറ്റി സംസാരിച്ച ആദ്യം സംസാരിച്ചിരുന്ന ആ ലേഖിക. ഞാൻ ഇതോടൊപ്പം കഴിഞ്ഞ അപ്ഡേറ്റിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവരും ഏകദേശം ഉറപ്പായി കഴിഞ്ഞ താരമാണ്. പിന്നീട് യൂട്യൂബറാണ്, നിങ്ങൾക്കെല്ലാം അടുത്തിടെ വളരെ വിവാദത്തിലായിരുന്ന ജാസ്മിൻ ജാഫർ. ബ്യൂട്ടി വ്ളോഗറാണ്. പിന്നീട് അടുത്ത് ബിഹൈൻഡ് വുഡിൽ ഉണ്ടായിരുന്ന പൂജ കൃഷ്ണ, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. നെക്സ്റ്റ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായി ജോൺസന്റെ പേജിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരേ പേരുകാരൻ തന്നെയാണ് ജിൻഡോ എന്നറിയപ്പെടുന്ന ഒരു ഫിറ്റ്നസ് ട്രെയിനർ ഉള്ളത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ജിൻഡോയെ അല്ലാതെ തന്നെ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്ന ഹനാന്റെ ജിമ്മിൽ ട്രെയിനിങ് നൽകിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ ജിൻഡോ. റോൺസന്റെ ഇന്നലത്തെ റീൽസിലും ഈ ജിൻഡോയുടെ പേരുണ്ടായിരുന്നു. ഇന്നിട്ടിരിക്കുന്ന റീൽസിലും വെൽക്കം പറഞ്ഞുകൊണ്ട് റിൻഡോയെ ബിഗ് ബോസിലേക്ക് വെൽക്കം പറഞ്ഞുകൊണ്ട് റീലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിൻഡോ ഏകദേശം കൺഫേം ആയ ഒരു വ്യക്തികളിൽ ഒരാളാണ്. രാധിക നായരും അതേമാതിരി തന്നെ. ഇപ്പോൾ ഏകദേശം ഞാൻ 12 പേരുടെ പേര് പറഞ്ഞു. ഇതുകൂടാതെ ഞാൻ പറഞ്ഞ 2 പേരുകളാണ്
ഈ ട്രാൻസ്ജെൻഡർ അത് ആരൊക്കെയാണെന്ന് അറിയത്തില്ല. അതോടൊപ്പം തന്നെ കോമണറും രണ്ടുപേരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇത് കുറച്ചുകൂടെ സുതാര്യമായി നമുക്കറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പേരുകളൊക്കെ ഏകദേശം കൺഫേം ആയ പേരുകളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുവരെയുള്ള അപ്ഡേറ്റ് ഇതാണ്. വീണ്ടും അടുത്തൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.